സ്മെല്ലില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് കിറ്റിന്റെ റിവ്യൂ ആണ്. വെറും 151 രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പാക്ക് ഓഫ് 12 ഐറ്റംസ് ആണ് ഈ ഒരു പാക്കിൽ വരുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതിനകത്തുണ്ടായിരുന്നത് ഒരു സ്പോഞ്ച് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് മേക്കപ്പ് ഒക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മളൊരു സ്പോഞ്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു 100-150 റേഞ്ചിലൊക്കെ വരുന്ന അത്യാവശ്യം ക്വാളിറ്റി വൈസ് വരുന്ന അതേ സ്പോഞ്ചിന്റെ ആ ഒരു ക്വാളിറ്റി തന്നെ ഇതിനകത്തുണ്ട്. നെക്സ്റ്റ് ഇതിനകത്തുണ്ടായിരുന്നത് ഒരു പ്രൈമർ ആയിരുന്നു. ഇൻഫെയിലബിൾ മാറ്റിഫൈങ് ബേസ് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ഇടുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പ്രൈമർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിന്റെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നോൺ കോമഡിജനിക് ആണ്. അതേപോലെ ഓയിൽ കൺട്രോൾ ചെയ്യുമെന്ന് അവര് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പം സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് കാണിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാനിത് ട്രൈ ചെയ്യാത്തത്. പക്ഷേ പ്രൈമർ കണ്ടിട്ട് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ഫേസ് സെറം ആണ്. ഈ മേക്കപ്പ് പ്രോഡക്ട്സിൽ എന്താണ് ഈ ഫേസ് സെറം വന്നതെന്ന് അറിയില്ല. മേ ബി നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു സെറം അവർ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ഈ ബോട്ടിലിന്റെ ഈ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന ആ കാര്യങ്ങൾ തന്നെ മാഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രാഗ്രൻസ് ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഫ്രാഗ്രൻസ് ഉണ്ട്. ഇത് നമുക്ക് വിശ്വസിച്ച് ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അവരെന്താണ് ക്ലെയിം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻ ലൈൻസ്, വ്രിങ്കിൾസ്, ഓപ്പൺ പോർസ് ഇതൊക്കെ ഇല്ലാതാക്കും, പിന്നെ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ തരുമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഒരിക്കലും വിശ്വസിച്ച് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ഫൗണ്ടേഷൻ ആണ്. NC13 എന്നാണ് എഴുതിയിരിക്കുന്നത്. മിനറലൈസ് മോയ്സ്ചർ എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ SPF 15 എന്നും എഴുതിയിട്ടുണ്ട്. ഫ്ലോലെസ്സും ബ്ലെമിഷസ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഇപ്പൊ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. ബ്ലെൻഡ് ആവാനായിട്ട് ഭയങ്കര പാടാണ്. അതേപോലെ ഇതിന്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു സാനിറ്റൈസറിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. ഇത് ശരിക്കും ഫ്ലോപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ബ്ലെൻഡ് ആവാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അതേപോലെ ഭയങ്കരമായിട്ട് ഓയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓയിലി സ്കിൻ ടൈപ്പുകാരാണെങ്കിൽ ഒരു രീതിയിലും ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ നല്ല ഫ്രാഗ്രൻസും ഉണ്ട്. മീഡിയം ടു ഫുൾ കവറേജ് എന്നാണ് അവർ എടുത്തു പറയുന്നത്. അപ്പൊ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു BB ക്രീം ആണ്. ബ്യൂട്ടി ബാം എന്നാണ് എഴുതിയിരിക്കുന്നത്. SPF 35 എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും, ഈവൻ ടോൺ തരും എന്നാണ് ഈ BB ക്രീമിനകത്ത് എഴുതിയിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അതേപോലെ തന്നെ ഫ്രാഗ്രൻസ് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത അതേ സെയിം ഫൗണ്ടേഷൻ തന്നെ, ആ സെയിം ഫൗണ്ടേഷൻ BB ക്രീമും ഫൗണ്ടേഷനും സെയിം തന്നെ. ഒരു 2 ബോട്ടിലാണെന്ന് മാത്രമേ ഉള്ളൂ. സെയിം കൺസിസ്റ്റൻസി തന്നെയാണ്. ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ബ്ലെൻഡ് ആവുന്നില്ല, അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു കോൺസീലർ ആണ്. നമ്മൾ കോൺസീലർ യൂസ് ചെയ്യുന്ന സ്കിൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇതൊരു ലിപ്സ്റ്റിക് ഒക്കെ പോലെ തന്നെയാണ് ഇതിന്റെ പാക്കിങ് വരുന്നത്. പുറമേ നമുക്ക് നോക്കുമ്പം നമുക്ക് അകത്ത് നല്ല രീതിയിൽ ആ ഒരു കോൺസീലർ കാണാൻ പറ്റും. ശരിക്കും ഇനി ഇത് ഇടുന്ന സമയത്ത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ചെറിയ രീതിയിൽ എന്തോ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് വെറും വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഒരിക്കലും ഇതൊരു കവറേജ് കിട്ടില്ല. പറഞ്ഞല്ലോ, സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള പ്രശ്നം കാരണമാണ് അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. വാട്ടറി കൺസിസ്റ്റൻസിയാണ്. വെള്ളം പോലെ എന്തോ ഒരു ക്രീമിനകത്ത് ജസ്റ്റ് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് വിട്ടേക്കുന്ന പോലെയാണ് ഈ ഒരു കോൺസീലർ ഫീൽ ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു കോമ്പാക്ട് പൗഡർ ആണ്. ഈ കോമ്പാക്ട് പൗഡർ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു സ്പഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് വരുന്നത്, ഭയങ്കര കട്ടിയിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് മീഡിയം ടു ഫുൾ കവറേജിലാണ് വരുന്നത്. ഇനി ഇത് അപ്ലൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു കുട്ടിക്കൂറ പൗഡറിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ഫൗണ്ടേഷൻ പൗഡർ ആണ്. ലൂസ് പൗഡർ ആണ്. ഇതിന്റെ കൂടെ തന്നെ ഒരു സ്പഞ്ചും കിട്ടിയിട്ടുണ്ട്. ഒരു പിങ്ക് കളറിൽ വരുന്ന റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പൗഡർ ആണ് വരുന്നത്. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കുമ്പം അവർ പറയുന്നത് ഫുൾ കവറേജ് കിട്ടുമെന്നാണ് പറയുന്നത്. മേക്കപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കവറേജ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് ഒരു പൗഡർ പോലെ തന്നെ ഉണ്ട്. സ്പഞ്ച് നല്ല രീതിയിൽ തിക്കായിട്ടുണ്ട്. പിന്നെ സ്മെല്ലെന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഈ സെയിം ആ ഒരു കുട്ടിക്കൂറ പൗഡറിന്റെ ആ ഒരു സെയിം തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കോമ്പാക്ട് പൗഡർ തന്നെ റിഫൈൻ ചെയ്തിട്ട് യൂസ് ചെയ്തേക്കുന്ന പോലെയാണ് തോന്നുന്നത്.
നെക്സ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു മേക്കപ്പ് ഫിക്സർ ആണ്. മേക്കപ്പിന് മുമ്പോ ശേഷമോ നമ്മൾ സാധാരണ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാറുണ്ട്. അലോവെറയും വൈറ്റമിൻ ഇയും ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഫിക്സർ ഗ്ലൂ ഒക്കെ ഇവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഒരു സ്പ്രേയുടെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് 2 ലിപ്സ്റ്റിക്സ് ആണ്. മാറ്റ് ഫിനിഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കവറിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒന്നൊരു റെഡ് കളറും ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് കളറുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഈ അൾട്രാ സെറാമൈഡ് ലിപ്സ്റ്റിക് ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത്. അതേപോലെ നല്ലൊരു ഗ്ലോസി ആയിട്ട് തോന്നുന്നുണ്ട്. ഫ്രാഗ്രൻസ് ഒന്നും ഇല്ല. ഇനി നമ്മളിത് നല്ല രീതിയിൽ കയ്യിൽ ആവുന്നുണ്ട്. നെക്സ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഐലാഷസ് ആണ്. ഇത് 3D ലാഷസ് ആണ്. സെപ്പറേറ്റ് ഗ്ലൂ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇതൊന്ന് പാക്ക് ചെയ്ത് മാത്രമേ വിട്ടിട്ടുള്ളൂ. ഇതും ഈ ഒരു റേറ്റിന് ഈ ലാഷസ് ഓക്കെയാണ്. അപ്പോൾ ഈ 150 രൂപയ്ക്ക് 12 ഐറ്റംസ് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ പാക്കറ്റിൽ 2 ലിപ്സ്റ്റിക്കാണ് വരുന്നത്. അതുകൂടെ കൂട്ടിയിട്ടാണ് 12 ഐറ്റംസ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഈ ലിപ്സ്റ്റിക്ക്, അതേപോലെ തന്നെ ഈ ഐലാഷസ്, പിന്നെ ഈ സ്പഞ്ച്, ഈ 3 ഐറ്റംസ് മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ക്വാളിറ്റി ഉള്ളതായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി പ്രോഡക്ട്സ് ഒക്കെ ഒരിക്കലും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സ്കിൻ ഇറിറ്റേറ്റ് ആകും എന്നുള്ള കാര്യം ഷുവർ ആണ്. അതിലൊന്നും ഇൻഗ്രീഡിയൻസോ അതിന്റെ ഡീറ്റെയിൽസോ ഒന്നും കൊടുത്തിട്ടില്ല. BB ക്രീം ആയാലും അതേപോലെ തന്നെ ഫൗണ്ടേഷൻ ആയാലും നിങ്ങൾ കണ്ടതാണ് അതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ. അതൊരിക്കലും നമുക്ക് ഫേസിൽ വിശ്വസിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്തിനാണ് ഈ 150 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ഇതൊക്കെയാണ് മേക്കപ്പ് പ്രോഡക്ട്സ് എന്നെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ 150 രൂപയ്ക്ക് ഇത്രയും മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.